ഒന്നുമല്ല, ഒരൊറ്റ കാര്യം, സമയം അധികം കളയുന്നില്ല. ഒരു പഴയ പ്രതികാരം ഒന്നും മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് വീട്ടാൻ ഒരു അവസരം ദൈവം എനിക്ക് തന്നതാണ് വേദിയിൽ വെച്ച്. അത് ഞാൻ ഈ സമയത്തൂടെ ചെയ്തില്ലെങ്കിൽ അത് വലിയ മഹാഭാവമായി പോകും. വേറൊന്നുമില്ല, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ്നസ് എന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സുഖുവേട്ടനുമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കുറച്ചു നേരം സുഖുവേട്ടൻ പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ നിന്നും വരാറായി, ഒന്ന് വെയിറ്റ് ചെയ്താൽ അവർക്ക് കണ്ടിട്ട് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം സുഖേട്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. അങ്ങനെ 2 കുട്ടികൾ സ്കൂളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു അന്ന് എത്രാമത്തെ സ്റ്റാൻഡേർഡിലായിരിക്കും എനിക്ക് ഓർമ്മയില്ല, 2 കുട്ടി നിക്കർ വിട്ട് ടൈ ഇട്ട് 2 കുട്ടികൾ, ഇന്ദ്രനെയും പൃഥ്വിനെയും 2 കയ്യിലിങ്ങനെ പൊക്കിയെടുത്ത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോട്ടെ സുഖേട്ടെന്ന് ചോദിച്ചപ്പോൾ സുഖേട്ടൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങ് പോയാൽ എങ്ങനെ, തരാനുള്ളത് തന്നേച്ച് പോയാലല്ലേ പറ്റുള്ളൂ. ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, സുഖേട്ടൻ പറഞ്ഞു, ഇവിടെ ആര് വന്നാലും, മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ആര് വന്നാലും ഒരു ചടങ്ങുണ്ട്, എന്തെങ്കിലും ഒരു സാധനം കയ്യിലുള്ളത് എനിക്ക് തന്നിട്ടേ പോകാവൂ, അതറിയില്ലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ കയ്യിലിപ്പോൾ വേറെ ഇരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഇല്ലേ, തന്നിട്ട് പോകണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആശിച്ച് മേടിച്ചൊരു കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു, ഒരുപാട് പൈസ മുടക്കി. അപ്പോൾ അന്ന് ആ കൂളിംഗ് ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ചു. അതിനുശേഷം പലപ്പോഴും ഞാൻ ഇവരെ 2 പേരും കണ്ടപ്പോൾ പൃഥ്വിയും ഇന്ദ്രനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയ ശേഷം ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് ചിരിച്ചു വന്ന്, കാരണം അച്ഛൻ ഇങ്ങനെ പല സാധനങ്ങൾ പലരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഇന്ന് തിരിച്ചു തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി മോനെ, 30 വർഷങ്ങൾക്ക് ശേഷം. ആടാടാ, മമ്മൂട്ടി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ആളാ. കൊണ്ടാ ഇത് ബ്ലൂടൂത്ത് കൂളിംഗ് ഗ്ലാസ്. അയ്യോ, ബ്ലൂടൂത്ത് കൂളിംഗ് ഗ്ലാസ്. എന്തായാലും സന്തോഷം. ഇത് അടുത്ത സിനിമയിൽ എന്നെ വിളിക്കുക, തീർച്ചയായിട്ടും ആ സമയത്ത് ഇത് തിരിച്ചു വരുന്നതായിരിക്കും. ഇതിരിക്കട്ടെ. പക്ഷെ ജയറാമേട്ടൻ പറഞ്ഞ കഥ ശരിയാണ്. Download ShareChat.